ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ പ്രിയങ്ക ഹരി. നമ്മുടെ നെറ്റ് എക്സാമിനുള്ള അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റിനെ കുറിച്ചും എക്സാം ഡേറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ എക്സാം ഇത്തവണ വന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഈ വീഡിയോ പൂർണ്ണമായും കാണണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ മുഴുവനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിനെ കുറിച്ചാണ്. അത് മെയ് 10 അതായത് മെയ് 10 വരെ മാത്രമാണ് ഈ ജൂണിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. മറക്കരുത്, മെയ് 10. ഇനി എന്തെങ്കിലും കാരണവശാൽ അവർ ഈ ഒരു ടൈം എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമേ അവിടെ ചേഞ്ച് വരികയുള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് അനുസരിച്ച് മെയ് 10 വരെയാണ് നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്, ജൂൺ 16 എക്സാം. ഓക്കെ, അപ്പോൾ ഏകദേശം 83 സബ്ജക്റ്റുകളിലാണ് നമുക്ക് ഈ ഒരു UGC നെറ്റ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത്തവണ വന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത്തവണത്തെ UGC പരീക്ഷ 3 കാറ്റഗറി ആയിട്ടാണ് നടത്തുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, എക്സാം നടത്തുന്നത് ഒരൊറ്റ തവണ അല്ലെങ്കിൽ സാധാരണ നടക്കുന്ന രീതിയിൽ തന്നെയാണെങ്കിൽ പോലും ആ വരുന്ന റിസൾട്ട് 3 കാറ്റഗറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. അതിൽ ആദ്യത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് JRFന്, അതുപോലെ തന്നെ PhD, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ, പ്ലസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാനുള്ള ഒരു പ്രൊവിഷനും ഉണ്ടാവും. ഈ 3 എണ്ണവും ലഭിക്കുന്നത് ആദ്യത്തെ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും. കാറ്റഗറി 2 ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് PhD പ്രവേശനത്തിനും അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാനുമുള്ള യോഗ്യതയായിരിക്കും. ഇനി കാറ്റഗറി 3 ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് PhD പ്രവേശനത്തിനുള്ള സാധ്യതകൾ മാത്രമാണ്. ഒന്നുകൂടി പറയാം, കാറ്റഗറി 1 ആണെങ്കിൽ JRF, PhD പ്രവേശനം, അസിസ്റ്റൻറ്റ് പ്രൊഫസർ. കാറ്റഗറി 2 ആണെങ്കിൽ PhD പ്രവേശനം, അസിസ്റ്റൻറ്റ് പ്രൊഫസർ. കാറ്റഗറി 3 ആണെങ്കിൽ PhD പ്രവേശനം മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തവണ നടക്കുന്ന നെറ്റ് പരീക്ഷ മുതൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ഓരോ കുട്ടികൾക്കും ലഭിച്ച സ്കോർ വളരെ കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിരിക്കും. കാരണം ഈ ഒരു സ്കോർ വെച്ചാണ് PhD പ്രവേശനത്തിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഈ ഒരു നെറ്റ് അല്ലെങ്കിൽ ഈ UGC നെറ്റിലെ സ്കോർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ PhD പ്രവേശനത്തിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സ്കോറാണ് അവിടെ വളരെ അടിസ്ഥാനമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ കൂടെ ഓരോ യൂണിവേഴ്സിറ്റികളിലും നടത്തുന്ന സെപ്പറേറ്റ് ഇൻ്റർവ്യൂ സ്കോർ കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഈ ഒരു നെറ്റിൻ്റെ സ്കോർ പ്ലസ് ഇൻ്റർവ്യൂ സ്കോർ കൂടി ചേർത്താണ് നിങ്ങളുടെ PhD പ്രവേശനത്തിന് തീരുമാനമാവുക. ക്ലിയർ ആയല്ലോ? സോ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. മെയ് 10 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ലാസ്റ്റ് ഡേറ്റ് ആണ്. എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്ന് നമുക്ക് അറിയില്ല. യാതൊരു രീതിയിലും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ലാസ്റ്റ് നിമിഷം ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിട്ടുപോകും, ഓൺലൈൻ പേയ്മെൻ്റ് ആണ്, സെർവർ ഡൗൺ ആവുക, അങ്ങനെയുള്ള പല ഇഷ്യൂസും വരും. സോ അതിനൊന്നും നമ്മൾ വഴിയൊഴിക്കണ്ട. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഈ ഒരു നെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രാഷ് ബാച്ച് നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. മറന്നു പോകരുത്, ജൂൺ 16 നമ്മുടെ പരീക്ഷ ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ ഇനിയും കുറച്ച് സമയമുണ്ട്. വിലപ്പെട്ട സമയം വളരെ കൃത്യമായി വിനിയോഗിച്ചാൽ നിങ്ങൾക്കും ആവാം അസിസ്റ്റൻറ്റ് പ്രൊഫസർ. ഓക്കെ, ഇപ്പോൾ സോ തീർച്ചയായും നല്ല രീതിയിൽ ഈ ഒരു സമയം വിനിയോഗിക്കുകയാണെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരങ്ങളാണ്. സോ ഇതുപോലത്തെ കൂടുതൽ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്